ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിസ്റ്റേഴ്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിനെ പറ്റി ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ നോക്കിക്കേ, എന്താണ് ഒരു ട്രാൻസിസ്റ്റർ? വാട്ട് ഈസ് എ ട്രാൻസിസ്റ്റർ? എ ട്രാൻസിസ്റ്റർ ഈസ് എ ടൈനി ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ക്യാൻ amplify signals, that is, small signals can be converted to bigger signals and work as a switch, that is, to on or off. അപ്പോൾ എന്താണ് ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഒരു ടൈനി ഇലക്ട്രോണിക് ഡിവൈസാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യാൻ, അതായത് ഒരു ചെറിയ സിഗ്നലിനെ എന്താണ് ഒരു വലിയ സിഗ്നലാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടും പിന്നെ സ്വിച്ചായിട്ടും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിനെ നമ്മൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നു. അതായത് BJT വെച്ച് സൂചിപ്പിക്കാം. എന്താണ് ബൈപോളാർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് യൂസസ് 2 ടൈപ്സ് ഓഫ് ചാർജ് കാരിയേഴ്സ്. 2 ടൈപ്പ് ഓഫ് ചാർജ് കാരിയേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഇലക്ട്രോൺസും ഹോൾസും. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ്, ഹോൾസിന് പോസിറ്റീവ് ചാർജ്. അതുകൊണ്ടാണ് ബൈപോളാർ. ഈ 2 ആൾക്കാർ ഇലക്ട്രോൺസും ഹോൾസും ഉള്ളത് കൊണ്ടാണ് ബൈപോളാർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹാസ് 2 ജംഗ്ഷൻസ്, അല്ലേ? PN ജംഗ്ഷൻ, 2 PN ജംഗ്ഷൻസ് ഉണ്ട്. സോ BJT കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യൂസസ് ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് പ്ലസ് ഹാസ് 2 PN ജംഗ്ഷൻസ്. അതുകൊണ്ടിട്ടാണ് ഇതിനെ BJT എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. 2 തരം ട്രാൻസിസ്റ്റേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും. ഇനി നോക്കിക്കേ, എന്താണ് NPN ട്രാൻസിസ്റ്റർ? അതിൽ ലെയേഴ്സായിട്ട് വരുന്നത് NPN ആണ്, അല്ലേ? മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് NPN ട്രാൻസിസ്റ്ററിനകത്ത് ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. അതുപോലെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ ഏതാണ്? NPN ട്രാൻസിസ്റ്റർ ആണ്. ഇനി അടുത്തത് PNP ട്രാൻസിസ്റ്റർ എന്താണെന്ന് നോക്കാം. PNP ആണ് ലെയേഴ്സ്. അതിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഇനി PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം എന്താണ്? ഇതിലെ മെജോറിറ്റി കാരിയേഴ്സ് ഏതെന്നുള്ളത് PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് NPN ട്രാൻസിസ്റ്റേഴ്സിൻ്റെയും PNP ട്രാൻസിസ്റ്റേഴ്സിൻ്റെയും എന്താണ് മെജോറിറ്റി കാരിയേഴ്സ് ഏതാണെന്നുള്ള ചോദ്യം. അപ്പോൾ ഏതാണ്? NPNൽ ഇലക്ട്രോൺസും PNPയിൽ ഹോൾസുമാണ് മെജോറിറ്റി കാരിയേഴ്സ്. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കണേ. അടുത്തത് NPN ആൻഡ് PNP ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സിമ്പിൾസ് ആണ് തന്നേക്കുന്നത്. 2 സിമ്പിൾ നോക്കിക്കേ, വ്യത്യാസമുണ്ട്, അല്ലെ? ആരോസൊക്കെ നോക്കിക്കോളേ. അതിൽ ആരോ ഒക്കെ കൊടുത്തേക്കുന്നതും അതുപോലെ ബേസ് എമിറ്റർ കളക്ടറിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണം. 2ഉം വ്യത്യസ്ത സിമ്പിളാണ്. ആ സിമ്പിളിൻ്റെ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുന്നത് നല്ലതാണ്. കാരണം ഈ സിമ്പിൾ വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ദ 3 പാർട്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആണ്. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഈ ട്രാൻസിസ്റ്റർ ഹാസ് 3 ടെർമിനൽസ്. ഒരു ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എമിറ്റർ. എമിറ്ററിനെ നമ്മൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. നോക്കിക്കേ, എന്താണ് എമിറ്റർ എന്ന് പറയുന്നത്? വെരി ഹൈലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എമിറ്റർ എന്ന് പറയുന്നത്. അതായത് ഹെവിലി ഡോപ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ അധികം ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭാഗമാണ് എമിറ്റർ, അല്ലേ? അതുപോലെ സെൻസ് ഓർ എമിറ്റ്സ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ് ഇൻറ്റു ബേസ്. എന്താ എമിറ്റർ ചെയ്യുന്നത്? അത് ഇലക്ട്രോൺസിനെയോ ഹോൾസിനെയോ ബേസിലോട്ട് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന പണിയാണ് ആർക്കുള്ളത്? എമിറ്ററിന് ഉള്ളത്. അതുപോലെ എമിറ്ററിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് ലാർജസ്റ്റ് കറണ്ട് ആയിരിക്കും. എന്താണ്? ലാർജസ്റ്റ് കറണ്ട് ആയിരിക്കും. ഇനി അടുത്ത പാർട്ടാണ് ബേസ്. ബേസിനെ നമ്മൾ B കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. എന്താ ബേസിൻ്റെ പ്രത്യേകത നോക്കിക്കേ? വെരി തിൻ, വളരെ കട്ടി കുറഞ്ഞ ഭാഗമാണ് ബേസ് എന്ന് പറയുന്നത്. വെരി ലൈറ്റ്ലി ഡോപ്ഡ്, അതുപോലെ വളരെ ലൈറ്റായിട്ട് മാത്രം ഡോപ്പ് ചെയ്തിരിക്കുന്ന ആളാണ് ബേസ്. അതുപോലെ കൺട്രോൾസ് ദ കറണ്ട്. എന്താണ്? കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ബേസ് ആണ്. അതുപോലെ ഹാസ് ദ സ്മോളസ്റ്റ് കറണ്ട്. എന്താണ്? ബേസ് കറണ്ടാണ് ഏറ്റവും സ്മോളസ്റ്റ് കറണ്ട്. IB വെച്ച് റെപ്രസെൻ്റ് ചെയ്യും.
അടുത്തത് തേർഡ് പാർട്ട് ഓഫ് ട്രാൻസിസ്റ്റർ കളക്ടറാണ്. കളക്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സി വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് കളക്ടറിൻ്റെ പ്രത്യേകത? മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. നമ്മൾ പറഞ്ഞു എന്താണ്, എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണ്. അതുപോലെ ബേസ് എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ ഒരു മോഡറേറ്റ് ആയിട്ട് ഡോപ്പ് ചെയ്തിരിക്കുന്ന ആളാണ് കളക്ടർ എന്ന് പറയുന്നത്. മാത്രമല്ല കളക്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഫിസിക്കൽ സൈസാണ്. ഏറ്റവും വലിപ്പം കൂടിയ ടെർമിനൽ ഏതാണ്? കളക്ടറാണ്. അതുപോലെ കളക്ട്സ് ദ ക്യാരിയേഴ്സ്. എന്താണ് കളക്ടർ ചെയ്യുന്നത്? എന്താ, ആ പേര് പോലെ തന്നെ ക്യാരിയേഴ്സിനെ കളക്ട് ചെയ്യുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? കളക്ടർ ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ബേസ് ഈസ് തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് എന്നുള്ളത്. അതായത് ബേസ് എപ്പോഴും കനം കുറഞ്ഞ് ആണ് കാണുന്നത്, അതുപോലെ ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള ആളാണ് ബേസ് എന്ന്. അത് എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലാതെ ഏതാണ് ഇതിൽ ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അടുത്തത് കറണ്ട് റിലേഷൻസ് ഇൻ ട്രാൻസിസ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് ട്രാൻസിസ്റ്ററിനകത്തെ കറണ്ടിൻ്റെ റിലേഷൻസ് എങ്ങനെയാണ്? IE = IC + IB. ഇവിടെ IE എന്ന് പറയുന്നത് എമിറ്റർ കറണ്ടാണ്, അതായത് ടോട്ടൽ കറണ്ട്. അതുപോലെ കളക്ടർ കറണ്ടാണ് IC, അതാണ് അവിടുത്തെ മെയിൻ കറണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ബേസ് കറണ്ട് IB, അതാണ് സ്മോൾ കറണ്ട് ദാറ്റ് കൺട്രോൾസ് എവറിത്തിങ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബേസ് കറണ്ട് ഈസ് ദ സ്മോളസ്റ്റ്. ഏറ്റവും സ്മോളസ്റ്റ് കറണ്ട് ഏതാണ്? ബേസ് കറണ്ടാണ്. അതുപോലെ കളക്ടർ കറണ്ട് ഈസ് ദ ലാർജസ്റ്റ്. ഏറ്റവും വലിയ കറണ്ട് എന്ന് പറയുന്നത്, ലാർജസ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ടാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് ഗെയിൻ ആണ്. ഇത് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ദർ ആർ 2 ഗെയിൻസ്. എന്താണ്? 2 ഗെയിൻസ് ആണ് മെയിനായിട്ടുള്ളത്, 2 കറണ്ട് ഗെയിൻസ്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ആൽഫ. ആൽഫ എന്ന് വെച്ചാൽ കറണ്ട് ഗെയിൻ ഇൻ കോമൺ ബേസ്. എന്താണ്? കോമൺ ബേസിലെ കറണ്ട് ഗെയിനാണ് നമ്മൾ ആൽഫ വെച്ചിട്ട് പറയുന്നത്. അതായത് ആൽഫ = IC/IE ആണ് ഇവിടുത്തെ ആ ഒരു റിലേഷൻ വരുന്നത്. ആൽഫ എന്ന് പറയുന്നത് IC / IE. IC എന്താണ്? കളക്ടർ കറണ്ട്. IE എന്താണ്? എമിറ്റർ കറണ്ട്. അപ്പോൾ കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ എമിറ്റർ കറണ്ടാണ് എന്തെന്ന് പറയുന്നത്? ആൽഫ എന്ന് പറയുന്നത്. വാല്യൂ എത്രയൊക്കെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 0.95 to 0.99 റേഞ്ചിലാണ് വരുന്നത്. അടുത്തത് ബീറ്റ ആണ്. ബീറ്റ എന്താണ്? കറണ്ട് ഗെയിൻ ഇൻ കോമൺ എമിറ്റർ. കോമൺ എമിറ്ററിലെ കറണ്ട് ഗെയിൻ ആണ്. അതിന് നമ്മൾ എങ്ങനെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് ബീറ്റ = IC/IB ആണ്. അതായത് IC എന്ന് വെച്ചാൽ എന്താണ്? കളക്ടർ കറണ്ടാണ്. IB എന്ന് വെച്ചാൽ ബേസ് കറണ്ട്. അപ്പോൾ കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ടാണ് ബീറ്റ എന്ന് പറയുന്നത്, അതായത് കോമൺ എമിറ്ററിലെ കറണ്ട് ഗെയിൻ. ഇനി PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു റിലേഷനാണ് എന്തെന്ന് പറയുന്നത്? ഈ താഴെ തന്നേക്കുന്നത്. അത് സൂക്ഷിച്ച് പഠിച്ചു വെച്ചോളണം കേട്ടോ. ബീറ്റ = ആൽഫ ഡിവൈഡഡ് ബൈ 1 - ആൽഫ. അത് ചോദിക്കുന്നതാണ്, എപ്പോഴും ചോദിക്കുക. ബീറ്റ = ആൽഫ ഡിവൈഡഡ് ബൈ 1 - ആൽഫ. അതുപോലെ അതിൻ്റെ റിവേഴ്സ് എന്താണ്? ആൽഫ = ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ + 1. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസ് ആണ്. അതായത് നമ്മൾ ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് ഈ കോൺഫിഗറേഷൻ പറയുന്നത്. അത് 3 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കോമൺ എമിറ്റർ. നോക്കിക്കേ, അതിന് നമ്മൾ CE വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, കോമൺ എമിറ്റർ എന്നുള്ളത്. നോക്കിക്കേ, ദിസ് ഈസ് മോസ്റ്റ് യൂസ്ഡ് ഇൻ ആംപ്ലിഫയേഴ്സ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആംപ്ലിഫയേഴ്സിലാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ കറണ്ട് ഗെയിൻ, ഹൈ വോൾട്ടേജ് ഗെയിൻ. എന്താണ്? കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിനും ഹൈ ആണ് കോമൺ എമിറ്ററിലുള്ളത്. അതുപോലെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അതായത് എന്താണ്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ ഇൻവേർട്ടഡ്. അതായത് ഇൻപുട്ട് അപ്പാവുമ്പോൾ ഔട്ട്പുട്ട് ഡൗൺ. അതായത് രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വരുന്നതിനാണ് നമ്മൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നിന്നുള്ള PSCയുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് CE ആംപ്ലിഫയർ ഗീവ്സ് ഫേസ് റിവേഴ്സൽ എന്നുള്ളത്. എന്താണ്? ഫേസ് റിവേഴ്സൽ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് എന്നുള്ളത് എന്താണ്? PSCയുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതിൽ? കോമൺ എമിറ്ററിൽ.
അടുത്ത കോൺഫിഗറേഷൻ കോമൺ ബേസ് കോൺഫിഗറേഷനാണ്. CB വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോ ഇൻപുട്ട് ഇംപീഡൻസ് ആണ്. അതുപോലെ ഹൈ ഔട്ട്പുട്ട് ഇംപീഡൻസ്, നോ ഫേസ് റിവേഴ്സൽ. ഇവിടെ ഫേസ് റിവേഴ്സൽ ഒന്നുമില്ല. അതായത് എന്താണ്, ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണ് ഒരേ ഡയറക്ഷനിലായിരിക്കും, അല്ലാതെ ഒന്ന് അപ്പാവുമ്പോൾ ഒന്ന് ഡൗൺ ആവുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി യൂസ്ഡ് ഇൻ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്, എവിടെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്? ഹൈ ഫ്രീക്വൻസി ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള അതിനൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോമൺ ബേസ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് CC, അതായത് കോമൺ കളക്ടർ. അതിന് പറയുന്ന മറ്റൊരു പേരാണ് എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. അതായത് കോമൺ കളക്ടറിന് പറയുന്ന മറ്റൊരു പേരാണ് എമിറ്റർ ഫോളോവർ. ഇതും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേരും കൂടെ വരാൻ കാരണം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ അതർ നെയിം എന്നും പറഞ്ഞൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. അതായത് നമ്മൾ ഏത് വോൾട്ടേജ് ആണോ ബേസിൽ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് എമിറ്ററിലും കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എമിറ്റർ ഫോളോവർ എന്ന് പറയപ്പെടുന്നത്. ഇനി ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ആണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. അതുപോലെ ഗുഡ് ഇംപീഡൻസ് മാച്ചിങ് അതായത് ഒരു ഹൈ ഇംപീഡൻസും ലോ ഇംപീഡൻസും തമ്മിൽ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നോ ഫേസ് റിവേഴ്സൽ, ഇവിടെയും ഫേസ് റിവേഴ്സൽ ഇല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്, അതായത് ഒരു സ്വിച്ച് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് ഡിജിറ്റൽ സർക്യൂട്ട്സിലാണ്. അത് 2 കണ്ടീഷൻസ് ആണുള്ളത് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. ഒന്നെന്ന് പറയുന്നത് കട്ട് ഓഫ്, രണ്ടെന്ന് പറയുന്നത് സാച്ചുറേഷൻ. രണ്ടും എന്താണെന്ന് നോക്കിക്കേ. കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ട്രാൻസിസ്റ്റർ അവിടെ ഓഫാണ്, അതായത് ബോത്ത് ജംഗ്ഷൻസ് ആർ റിവേഴ്സ് ബയാസ്ഡ്. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ 2 ജംഗ്ഷനും എങ്ങനെയായിരിക്കും? റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നോ കളക്ടർ കറണ്ട്. ഇനി രണ്ടാമത്തെ സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ട്രാൻസിസ്റ്റർ ഈസ് ഓൺ, ട്രാൻസിസ്റ്റർ ഓൺ ആണ്. ബോത്ത് ജംഗ്ഷൻസ് ഫോർവേഡ് ബയാസ്ഡ്, 2 ജംഗ്ഷനും ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കും. മാക്സിമം കളക്ടർ കറണ്ട്, അവിടെ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഇതും PSC ചോദിക്കാറുള്ളതാണ്. അടുത്തത് ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ. ഇത് അനലോഗ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ ഒക്കേഴ്സ് ഇൻ ആക്റ്റീവ് റീജിയനിലാണ് നടക്കുന്നത്. ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്, ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസിങ്ങിലും അതുപോലെ ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസിങ്ങിലും ആയിരിക്കും. അതുപോലെ സ്മോൾ ഇൻപുട്ടിനെ എന്താക്കി മാറ്റും? ലാർജ് ഔട്ട്പുട്ടാക്കി മാറ്റും. അതാണല്ലോ ആംപ്ലിഫയറിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ PSCയിൽ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് തന്നേക്കുന്നത്. നോക്കിക്കേ, BJT ഹാസ് 3 റീജിയൻസ്. BJT അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന് പ്രധാനമായും 3 റീജിയൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? എമിറ്റർ, ബേസ്, കളക്ടർ. അതുപോലെ ബേസ് ഈസ് തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. ബേസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കട്ടി കുറഞ്ഞ ഭാഗവും ലൈറ്റായിട്ട് ഡോപ്പ് ചെയ്തേക്കുന്ന ഭാഗവും. അതുപോലെ കളക്ടർ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് കളക്ടറാണ്. അത് മോഡറേറ്റ് ആയിട്ടാണ് ഡോപ്പ് ചെയ്തേക്കുന്നത്. എമിറ്റർ ഭാഗമാണ് ഏറ്റവും ഹെവിലി ഡോപ്ഡ്. അതുപോലെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ ഏത് ടൈപ്പാണ്? NPN ആണ്. കാരണം NPNലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും? NPN ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ IE = IC + IB കറണ്ട് റിലേഷനാണ്. ഇത് ഓർത്ത് വെച്ചേക്കണം. ഇനി ബീറ്റ = 20 to 200 ആണ് കറണ്ട് ഗെയിൻ ഇൻ CE. അതിൻ്റെ ഒരു റേഞ്ച് അത് ചോദിക്കാറുണ്ട്. ഇനി CE ആംപ്ലിഫയർ ഗീവ്സ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അതായത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്. അതും ചോദിക്കാറുണ്ട്. അതുപോലെ കോമൺ ബേസ് ലോ ഇൻപുട്ട് ഇംപീഡൻസ് ആണ്. അതുപോലെ കോമൺ കളക്ടർ അല്ലെങ്കിൽ എമിറ്റർ ഫോളോവർ എന്ന് പറയുന്ന കോൺഫിഗറേഷനിൻ്റെ പ്രത്യേകത വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതും. അതുകൊണ്ട് നമ്മൾ എമിറ്റർ ഫോളോവർ എന്ന് അതിനെ വിളിക്കാറുണ്ട്. ഇനി ആംപ്ലിഫയർ എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയനാണ്. സ്വിച്ച് എന്ന് പറയുന്നത് കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ. അതും കൂടെ ഓർത്ത് വെച്ചേക്കണം.
ഇനി നമുക്ക് ട്രാൻസിസ്റ്റർ എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC അങ്ങനെ തുടങ്ങിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കേ, എ ട്രാൻസിസ്റ്റർ ഹാസ് 3 ടെർമിനൽസ് നോൺ ആസ്. ഒരു ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽസ് ഉണ്ട്. അതിന് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതാണ്? നമുക്ക് ഈസി ആയിട്ട് അറിയാം. ഏതാണ്? എമിറ്റർ, ബേസ്, കളക്ടർ. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. ദീസ് 3 റീജിയൻസ് ഫോം ദ BJT സ്ട്രക്ചർ. എന്താണ്? ഈ 3 റീജിയൻസും കൂടെ ചേർന്നതാണ് നമ്മുടെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ആ സോഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ കിട്ടിയെന്നുള്ളതാണ്. അതുപോലെ ഇത് PSCയുടേതാണ് ഞാൻ ആദ്യമേ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് SSCയുടെയൊക്കെ ഞാൻ സോഴ്സ് എനിക്ക് തോന്നുന്നു മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇൻ എ ട്രാൻസിസ്റ്റർ ദ ബേസ് റീജിയൻ ഈസ് ഡാഷ്. എന്താണ്? ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് റീജിയൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, വെരി തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. എന്താണ്? ബേസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കട്ടി കുറഞ്ഞതും അതുപോലെ ലൈറ്റായിട്ട് ഡോപ്പ് ചെയ്യുന്ന ഭാഗവും. നോക്കിക്കേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ബേസിനെ ടു അലോ മോസ്റ്റ് ക്യാരിയേഴ്സ് ടു പാസ് ടു കളക്ടർ. എന്താണ്? ഏറ്റവും കൂടുതൽ ക്യാരിയേഴ്സിനെ കടത്തി വിടാനുള്ള കഴിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏറ്റവും കട്ടി കുറച്ച് ഉണ്ടാക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഹാസ് ദ ഹയസ്റ്റ് കറണ്ട് ഗെയിൻ. ഏത് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനിലാണ് ഹയസ്റ്റ് കറണ്ട് ഗെയിൻ ഉള്ളതെന്നാണ് ചോദ്യം. ഏതാണ്? കോമൺ എമിറ്ററിലാണ് അല്ലേ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഗീവ്സ് ഹയസ്റ്റ് കറണ്ട് ഗെയിൻ. ദാറ്റ് ഈസ് ബീറ്റ ഈസ് ഈക്വൽ ടു 20 to 200 റേഞ്ചാണ് വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഗീവ്സ് 180 ഡിഗ്രി ഫേസ് റിവേഴ്സൽ. ഞാൻ പറഞ്ഞതാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. കോമൺ എമിറ്ററിലാണ് 180 ഡിഗ്രി ഫേസ് റിവേഴ്സൽ വരുന്നത്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ഔട്ട്പുട്ട് ഈസ് ഇൻവേർട്ടഡ് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഇൻ കോമൺ എമിറ്റർ CE മോഡ്. അടുത്ത ചോദ്യം, ദ കറണ്ട് ഗെയിൻ ആൽഫ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഡിഫൈൻഡ് ആസ്. എന്താണ്? കറണ്ട് ഗെയിൻ എന്താ? ആൽഫയുടെ ഒരു ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. IC ഡിവൈഡഡ് ബൈ IE ആണ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ആൽഫ ഈസ് ഈക്വൽ ടു കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ എമിറ്റർ കറണ്ട് ഇൻ കോമൺ ബേസ് മോഡ് CB മോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കറണ്ട് ഗെയിൻ ബീറ്റ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഡിഫൈൻഡ് ആസ് ഡാഷ്. എന്താണ്? കറണ്ട് ഗെയിൻ ബീറ്റയുടെ ഒരു ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? IC ഡിവൈഡഡ് ബൈ IB. നോക്കിക്കേ, ബീറ്റ ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് കളക്ടർ കറണ്ട് ടു ബേസ് കറണ്ട് ഇൻ കോമൺ എമിറ്റർ മോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ ഈസ്. എന്താണ്? ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷനാണ് ചോദ്യമായിട്ട് ചോദിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താണ് ഇത് ചോദിക്കാറുള്ളതാണ്. ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ഇതെന്താണ്? സ്റ്റാൻഡേർഡ് BJT റിലേഷനാണ്. ആ 2 റിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതൊന്ന് നോക്കി വെച്ചേക്കണം. അടുത്ത ചോദ്യം, ഇൻ വിച്ച് കോൺഫിഗറേഷൻ ഈസ് ദ വോൾട്ടേജ് ഗെയിൻ മാക്സിമം. വോൾട്ടേജ് ഗെയിൻ മാക്സിമം ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് മാക്സിമം. നമുക്കറിയാം, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് വോൾട്ടേജ് ഗെയിൻ ആൻഡ് കറണ്ട് ഗെയിൻ മാക്സിമം. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കണം. CE ഹാസ് ഹൈ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഗെയിൻ, അതായത് ഹൈ പവർ ഗെയിൻ ആണ് അവിടെ ഉള്ളത്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ട്രാൻസിസ്റ്റർ റീജിയൻ യൂസ്ഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ. അതായത് ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ റീജിയൻ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ആക്റ്റീവ് റീജിയൻ ആണ് അല്ലേ. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ഇൻ ദിസ് റീജിയൻ ദ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ ലീനിയർ ആംപ്ലിഫയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് റീജിയൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ലാർജസ്റ്റ് ഇൻ സൈസ്. ട്രാൻസിസ്റ്ററിൻ്റെ ഏത് ഭാഗമാണ് ഏറ്റവും ലാർജസ്റ്റ്, സൈസിൽ ഏറ്റവും വലുത് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? കളക്ടറാണ് അല്ലേ. നമ്മൾ പറഞ്ഞു കളക്ടറാണ് ഏറ്റവും വലിയ ഭാഗം അല്ലേ. ലാർജസ്റ്റ് ഇൻ സൈസാണ്, പക്ഷേ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണെന്ന് പറഞ്ഞു. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, കളക്ടർ ഈസ് ലാർജർ ടു ഡിസിപ്പേറ്റ് ഹീറ്റ് ആൻഡ് കളക്ട് കാരിയേഴ്സ്. എന്താണ്? കളക്ടർ എന്തുകൊണ്ടാണ് ലാർജാക്കി വെച്ചേക്കുന്നത്? ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടും അതുപോലെ കൂടുതൽ കാരിയേഴ്സിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മുടെ കളക്ടറിനെ ലാർജായിട്ട് വെച്ചേക്കുന്നത്. അടുത്ത ചോദ്യം, മെജോറിറ്റി കാരിയേഴ്സ് ഇൻ NPN ട്രാൻസിസ്റ്റർ ആർ ഡാഷ്. എന്താണ്? NPN ട്രാൻസിസ്റ്ററിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് ആരെന്നാണ് ചോദ്യം. ഏതാണ്? ഇലക്ട്രോൺസ് ആണ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, NPN ഇലക്ട്രോൺ ഈസ് മെജോറിറ്റി
കാരിയർ ഓർ മെജോറിറ്റി ഡിവൈസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ട്രാൻസിസ്റ്റർ റീജിയൻ കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് കറണ്ട്? അതായത് ട്രാൻസിസ്റ്ററിൻ്റെ ഏത് ഭാഗമാണ് കറണ്ടിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? ബേസ് ആണ് അല്ലേ. എ സ്മാൾ ബേസ് കറണ്ട് കൺട്രോൾസ് എ ലാർജർ കളക്ടർ കറണ്ട്. അടുത്ത ചോദ്യം, ബീറ്റ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 മീൻസ് വാട്ട്? അതായത് 1നേക്കാളും ഒരുപാട് വലുതാണ് ബീറ്റ എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. എന്തിനെയാണ്? കളക്ടർ കറണ്ട് മച്ച് ലാർജർ ദാൻ ബേസ് കറണ്ട്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ബീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? IC ഡിവൈഡഡ് ബൈ IB. എന്താണ്? കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ടാണ് എന്ത്? നമ്മുടെ ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് ഒന്നിനേക്കാളും ഒരുപാട് വലുതാണ് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? കളക്ടർ കറണ്ടാണ് ബേസ് കറണ്ടിനേക്കാളും ഒരുപാട് വലുത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം, വിച്ച് കോൺഫിഗറേഷൻ ഹാസ് നോ ഫേസ് റിവേഴ്സൽ? ഫേസ് റിവേഴ്സൽ ഇല്ലാത്ത ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? നമുക്കറിയാം ഏതിന് മാത്രമാണ് ഫേസ് റിവേഴ്സൽ ഉള്ളത്? കോമൺ എമിറ്ററിനാണ് അല്ലേ. അപ്പോൾ ഏതിനൊക്കെ ഇല്ല? കോമൺ ബേസിനും കോമൺ കളക്ടറിനും എന്തില്ല? ഫേസ് റിവേഴ്സൽ ഇല്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് CB ആൻഡ് CC, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ, ഇതിനെന്തില്ല? ഫേസ് റിവേഴ്സൽ ഇല്ല. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, ഓൺലി CE ഹാസ് ഫേസ് ഇൻവേർഷൻ. ഫേസ് ഇൻവേർഷൻ നടക്കുന്നത് എവിടെ മാത്രമാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ മാത്രമാണ്. അടുത്ത ചോദ്യം, ട്രാൻസിസ്റ്റർ വർക്ക് ആസ് എ സ്വിച്ച് ഇൻ ഡാഷ്. എന്താണ്? ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഏതൊക്കെ റീജിയനിലാണ്? കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ റീജിയൻസിൽ അല്ലേ. കട്ട് ഓഫ് റീജിയനിലും സാച്ചുറേഷൻ റീജിയനിലുമാണ് ട്രാൻസിസ്റ്റർ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓഫ് എന്ന് പറയുമ്പോൾ ഏത് റീജിയനാണത്? കട്ട് ഓഫ് റീജിയൻ. ഓൺ എന്ന് പറയുമ്പോൾ സാച്ചുറേഷൻ. അടുത്ത ചോദ്യം, ഇൻ NPN ട്രാൻസിസ്റ്റർ ദ ആരോ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ്സ് ഡാഷ്. അതായത് NPN ട്രാൻസിസ്റ്ററിൽ ആരോയുടെ ഡയറക്ഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹോൾ ഫ്ലോ ഡയറക്ഷൻ. എന്താണ്? ഹോളിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ് എന്ത് സൂചിപ്പിക്കുന്നത്? ആരോ സൂചിപ്പിക്കുന്നത്. എമിറ്റർ ആരോ ഷോസ് കൺവെൻഷണൽ കറണ്ട്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ആരോ ഷോസ് കൺവെൻഷണൽ കറണ്ട്, ദാറ്റ് ഈസ് ഹോൾസ് ഡയറക്ഷൻ. ഹോളിൻ്റെ ഡയറക്ഷനാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം, ദ ഇൻപുട്ട് ഇംപീഡൻസ് ഓഫ് കോമൺ ബേസ് കോൺഫിഗറേഷൻ ഈസ് ഡാഷ്. അതായത് കോമൺ ബേസ് കോൺഫിഗറേഷനിലെ ഇൻപുട്ട് ഇംപീഡൻസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? വെരി ലോ ആണ്. നോക്കിക്കേ, CB ഇൻപുട്ട്, അതായത് കോമൺ ബേസ്, അതിൽ ഇൻപുട്ട് ഓഫേഴ്സ് ലോ ഇംപീഡൻസ്. എന്താണ്? ഇൻപുട്ട് എന്ന് പറയുന്നത് ലോ ഇംപീഡൻസ് ആണ് കാണിക്കുന്നത്. അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? കോമൺ ബേസ് ഇൻപുട്ട് ഓഫേഴ്സ് ലോ ഇംപീഡൻസ്. അടുത്ത ചോദ്യം, ദ ഔട്ട്പുട്ട് ഓഫ് എ CE ആംപ്ലിഫയർ ഈസ് ഡാഷ്. അതായത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? ഔട്ട് ഓഫ് ഫേസ് ബൈ 180 ഡിഗ്രി. കോമൺ എമിറ്ററിൽ നമുക്കറിയാം അല്ലേ, ഫേസ് റിവേഴ്സൽ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഔട്ട് ഓഫ് ഫേസ് ബൈ 180 ഡിഗ്രിയാണ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. CE ആംപ്ലിഫയർ ഹാസ് ഫേസ് ഇൻവേർഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ? എന്താണ്? കോമഡി ക്വസ്റ്റ്യൻ പോലെയൊക്കെ തോന്നുമെങ്കിലും എന്താണ്, ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ അല്ലാത്തതെന്ന്? ഏതാണ്? ഈസി ആയിട്ട് നമുക്ക് പറയാം CP. എന്താണ്? ഓൺലി CE, CB ആൻഡ് CC ആർ വാലിഡ് BJT കോൺഫിഗറേഷൻ. CP എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് NPN ട്രാൻസിസ്റ്റർ? അതായത് NPN ട്രാൻസിസ്റ്ററിനെ കുറിച്ച് കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയെന്നാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ദ മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ എ NPN ട്രാൻസിസ്റ്റർ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹോൾസ്. നമുക്കറിയാം എന്താണ് NPN ട്രാൻസിസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഇലക്ട്രോൺസ് ആണ് അല്ലേ. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് സ്വാഭാവികമായിട്ടും ആരായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹോൾസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നേരെ കോൺട്രറി ആണ്, അതുകൊണ്ട് അത് റോങ് ആണ്.
ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, ദ മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ NPN ട്രാൻസിസ്റ്റേഴ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്. അതും കോൺട്രറി ആണ്, അതുകൊണ്ട് അതും റോങ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ മെജോറിറ്റി കാരിയേഴ്സ് ഇൻ NPN ട്രാൻസിസ്റ്റർ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്. അത് കറക്റ്റ് ആണ് അല്ലേ? എന്താണ് NPN ട്രാൻസിസ്റ്ററിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് കറക്റ്റ്? ഓൺലി 1 and 4 അല്ലേ? ആദ്യത്തേതും നാലാമത്തേതും മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 4 ആർ കറക്റ്റ്. നോക്കിക്കേ എക്സ്പ്ലനേഷൻ. ഇൻ NPN ട്രാൻസിസ്റ്റർ മെജോറിറ്റി കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ് ആർ ഹോൾസ് വിച്ച് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ ട്രാൻസിസ്റ്റർ വർക്ക്സ് ആസ് ആൻ ആംപ്ലിഫയർ ഇറ്റ്സ് ഓപ്പറേഷൻ ഈസ് ഇൻ ഡാഷ്. എന്താണ്? ഒരു ട്രാൻസിസ്റ്റർ എന്താണ് ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ഏത് റീജിയനിലായിരിക്കും? ആക്റ്റീവ് റീജിയനിലാണ് അല്ലേ? ആംപ്ലിഫയർ ആയിട്ട് മാറുന്നത് ആക്റ്റീവ് റീജിയനിലാണ്. നോക്കിക്കേ എക്സ്പ്ലനേഷൻ. ഫോർ ആംപ്ലിഫിക്കേഷൻ ദ ട്രാൻസിസ്റ്റർ ഈസ് ബയാസ് സച്ച് ദാറ്റ് ബേസ് എമിറ്റർ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ബേസ് കളക്ടർ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. അതാണ് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വെൻ എ സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ബേസ് ഓഫ് എ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ദ സിഗ്നൽ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഡാഷ് ടു ഡാഷ് ഓഫ് ദ സർക്യൂട്ട്. അതായത് ഒരു സിഗ്നൽ നമ്മളൊരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് എവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നു എന്നുള്ളതാണ് ആ ചോദ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഉത്തരം എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് ടു ഹൈ റെസിസ്റ്റൻസ് ആണ്. നോക്കിക്കേ എക്സ്പ്ലനേഷൻ. ഇൻ CE കോൺഫിഗറേഷൻ, അതായത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ദ ഇൻപുട്ട് അറ്റ് ബേസ് ഈസ് ലോ റെസിസ്റ്റൻസ് സൈഡ് അല്ലേ? അതായത് ബേസിൽ എന്താണ് ഇൻപുട്ട് എന്ന് പറയുന്നത്? ലോ റെസിസ്റ്റൻസ് സൈഡാണ് എമിറ്റർ ബേസ്. ആൻഡ് ഔട്ട്പുട്ട് അറ്റ് കളക്ടർ ഈസ് അറ്റ് ഹൈ റെസിസ്റ്റൻസ് സൈഡ്. എന്താണ് ഔട്ട്പുട്ട്? കളക്ടറിൻ്റെ അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹൈ റെസിസ്റ്റൻസ് സൈഡാണ്, അതായത് കളക്ടർ എമിറ്റർ, ഗിവിങ് വോൾട്ടേജ് ഗെയിൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് എ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ? കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അത് വെച്ചിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് അതുമായിട്ട് കറക്റ്റായിട്ട് വരുന്നതെന്ന്. എ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ പ്രൊവൈഡ് വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് കറണ്ട് ഗെയിൻ. കറക്റ്റ് ആണല്ലേ? അടുത്തത്, എ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഗീവ്സ് കോൺഫിഗറേഷൻ പ്രൊവൈഡ് ഇംപീഡൻസ് മാച്ചിങ് എ ഹൈ ഫ്രീക്വൻസീസ്. അത് കറക്റ്റാണ് അല്ലേ? അതും കറക്റ്റാണ്. എന്താണ്? ഹൈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ കോമൺ ബേസ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ പ്രൊവൈഡ് ലാർജ് പവർ ഗെയിൻ വിത്തൗട്ട് ഇംപീഡൻസ് മാച്ചിങ്. അത് കറക്റ്റാണോ? അത് തെറ്റാണല്ലേ? ഇനി നോക്കിക്കേ, ഇതിലേതാണ് അപ്പോൾ കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഓൺലി 1 and 2, ആദ്യത്തേതും രണ്ടാമത്തെയും മാത്രം. നോക്കിക്കേ, CB കോൺഫിഗറേഷൻ ഹാസ് വോൾട്ടേജ് ഗെയിൻ ബട്ട് കറണ്ട് ഗെയിൻ ലെസ് ദാൻ 1. സോ കറണ്ട് ഗെയിൻ ലെസ് ദാൻ. ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഇംപീഡൻസ് മാച്ചിങ് എസ്പെഷ്യലി അറ്റ് ഹൈ ഫ്രീക്വൻസീസ് അല്ലേ? അതുപോലെ ഇറ്റ് ഡസൻ പ്രൊവൈഡ് ലാർജ് പവർ ഗെയിൻ വിത്തൗട്ട് മാച്ചിങ്. എന്താണ്? ലാർജ് പവർ ഗെയിൻ ഒന്നും അത് തരുന്നില്ല വിത്തൗട്ട് മാച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ദ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഡാഷ് ഡിഗ്രീസ്. ഇത് പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്താണ്? കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഫേസ് ഷിഫ്റ്റ് ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ? ഫേസ് റിവേഴ്സലാണ് നടക്കുന്നത്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ provides phase inversion, that is 180 degree phase difference between input and output. അതായത് ഇൻപുട്ട് അപ്പ് ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ഡൗൺ, ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ. അതാണ് 180 ഡിഗ്രി വരുന്നത്. അടുത്തത് SSC സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കിക്കേ, വിച്ച് കോൺഫിഗറേഷൻ പ്രൊവൈഡ്സ് ഹയസ്റ്റ് പവർ ഗെയിൻ? ഏത് കോൺഫിഗറേഷനിലാണ് ഹയസ്റ്റ് പവർ ഗെയിൻ കിട്ടുന്നതെന്നാണ് ചോദ്യം. ഏതിലാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ്. നോക്കിക്കേ, കോമൺ എമിറ്റർ ഗീവ്സ് ഹൈ കറണ്ട് ഗെയിൻ ആൻഡ് വോൾട്ടേജ് ഗെയിൻ. അതായത് ഹൈ പവർ ഗെയിൻ കിട്ടുന്നത് എവിടെയാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ്. അടുത്തത് DRDO ടെക്നീഷ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒന്നാണ്. എ ട്രാൻസിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്വിച്ച് ഇൻ ഡാഷ്. എന്താണ്? ഒരു ട്രാൻസിസ്റ്ററിനെ ഒരു സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ റീജിയൻ ഏതൊക്കെയാണ്? കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓഫ്, സാച്ചുറേഷൻ എന്ന് പറയുന്നത് ഓൺ.
അടുത്തത് SSC JEക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ബീറ്റ ഈസ് ഈക്വൽ ടു 99 ഫൈൻഡ് ആൽഫ. എന്താണ്? ബീറ്റയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 99 എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ആൽഫ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ്പ്ലനേഷൻ നോക്കിയാൽ നമുക്കറിയാം ഒരു റിലേഷൻ എന്താണ്. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1. അപ്പോൾ 99 ഡിവൈഡഡ് ബൈ 100 അതായത് 0.99 ആണ് വാല്യൂ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ISRO സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇൻ സാച്ചുറേഷൻ റീജിയൻ ഓഫ് എ BJT, അതായത് ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ സാച്ചുറേഷൻ റീജിയനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ബോത്ത് ജംഗ്ഷൻസ് ആർ ഫോർവേഡ് ബയാസ്ഡ്. എന്താണ്? രണ്ട് ജംഗ്ഷനും ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കും എന്നുള്ളതാണ്. നോക്കിക്കേ, സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിസ്റ്റർ ഈസ് ഫുള്ളി ഓൺ. നമ്മുടെ ട്രാൻസിസ്റ്റർ ഫുള്ളായിട്ട് ഓൺ ആയിട്ടിരിക്കുന്നത് അല്ലേ? സ്വിച്ചിലാണെങ്കിൽ ഓൺ ആയിട്ടിരിക്കുന്ന റീജിയനാണ് ഏത്? സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ UPSC CAPF ടെക്നിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കിക്കേ, ദ കണ്ടീഷൻ ഫോർ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ഈസ് ഡാഷ്. എന്താണ്? ഒരു ട്രാൻസിസ്റ്റർ കട്ട് ഓഫിൻ്റെ കണ്ടീഷൻ എന്തെന്നാണ് ചോദ്യം. എന്താണ്? ബോത്ത് ജംഗ്ഷൻസ് ആർ റിവേഴ്സ് ബയാസ്ഡ്. എന്താണ്? കട്ട് ഓഫ് റീജിയനിൽ എന്തായിരിക്കും? രണ്ട് ജംഗ്ഷനും റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കും. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, നോ കണ്ടക്ഷൻ. റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കുമ്പോൾ നോ കണ്ടക്ഷൻ. ട്രാൻസിസ്റ്റർ ഈസ് ഓഫ് അല്ലേ? ഓഫാണ്. സാച്ചുറേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ RRB JEക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് കോൺഫിഗറേഷൻ ഹാസ് ദ ലോവസ്റ്റ് ഇൻപുട്ട് ഇംപീഡൻസ്. ഏത് കോൺഫിഗറേഷനിലാണ് ലോവസ്റ്റ് ഇൻപുട്ട് ഇംപീഡൻസ് ഉള്ളതെന്നാണ് ചോദ്യം. ഏതിലാണ്? CB കോമൺ ബേസ് കോൺഫിഗറേഷനിലാണ് ലോവസ്റ്റ് ഇൻപുട്ട് ഇംപീഡൻസ് ഉള്ളത്. നോക്കിക്കേ, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ്, ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ്. അടുത്തത് SSC JE ഇലക്ട്രോണിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ഈസ് അനദർ നെയിം ഫോർ ഡാഷ്. എന്താണ്? എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ഏതിൻ്റെ മറ്റൊരു പേരാണെന്നാണ് ചോദ്യം. ഏതിൻ്റെയാണ്? കോമൺ കളക്ടർ ആംപ്ലിഫയറിൻ്റെ മറ്റൊരു പേരാണ് അല്ലേ? എന്താണ്? കോമൺ കളക്ടർ ഈസ് ഈക്വൽ ടു എമിറ്റർ ഫോളോവർ. എന്തുകൊണ്ടാണ് അതിനെ എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്? വോൾട്ടേജ് ഗെയിൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. നമ്മൾ എത്ര വോൾട്ടേജ് കൊടുക്കുന്നു അത്രയും തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. അടുത്തത് DRDOയുടെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കിക്കേ, ഫോർ പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ എ ട്രാൻസിസ്റ്റർ മസ്റ്റ് ഓപ്പറേറ്റ് ഇൻ ഡാഷ്. എന്താണ്? ഒരു പ്രോപ്പർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ട്രാൻസിസ്റ്റർ ഏത് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ആംപ്ലിഫയർ ഏതാണ്? ആക്റ്റീവ് റീജിയൻ ആണ് അല്ലേ? ഓൺലി ആക്റ്റീവ് റീജിയൻ ഗീവ്സ് ലീനിയർ ആംപ്ലിഫിക്കേഷൻ. അടുത്തത് RRB SSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ PNP ട്രാൻസിസ്റ്റർ ദ കറണ്ട് ഫ്ലോസ് മെയിൻലി ഡ്യൂ ടു മൂവ്മെൻറ്റ് ഓഫ് ഡാഷ്. എന്താണ്? ഒരു PNP ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് ഫ്ലോ എന്ത് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ്. എന്തുമൂലമാണ്? ഹോൾസ് കാരണമാണ് അല്ലേ? എക്സ്പ്ലനേഷൻ നോക്കിക്കേ, P ടൈപ്പ് ഡോമിനൻസ് എന്ന് പറയുന്നത് അവിടെ ഹോൾസ് ആണ് മെജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്തത് UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റീസൺ ഫോർ ഡോപ്പിംഗ് ദ എമിറ്റർ ഹെവിലി ഈസ് ടു ഡാഷ്. എന്താണ്? എമിറ്ററിനെ ഹെവി ആയിട്ട് ഡോപ്പ് ചെയ്യാൻ കാരണം എന്തെന്നാണ് ചോദ്യം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻജെക്ട് മോർ ചാർജ് കാരിയേഴ്സ് ഇൻ ടു ബേസിലോട്ട് ഒരു കൂടുതൽ ചാർജ് കാരിയേഴ്സിനെ ഇൻജെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ ഹെവി ആയിട്ട് ഡോപ്പ് ചെയ്യുന്നത്? എമിറ്ററിനെ ഹെവിലി ഡോപ്ഡ് ആക്കുന്നത്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ, ഹെവി ഡോപ്പിംഗ് ഇസ് ഈക്വൽ ടു മാക്സിമം ഇൻജെക്ഷൻ എഫിഷ്യൻസി. ഹെവി ആയിട്ട് നമ്മൾ ഡോപ്പ് ചെയ്താൽ അതിനെന്തുണ്ടാവുന്നു? മാക്സിമം ഇൻജെക്ഷൻ എഫിഷ്യൻസി ഉണ്ടാവുന്നു. അതായത് മോർ ചാർജ് കാരിയേഴ്സിനെ ഇൻജെക്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുന്നു ഡോപ്പിംഗ് കാരണം. അടുത്ത ചോദ്യം SSC സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കളക്ടർ റീജിയൻ ഓഫ് എ BJT ഈസ് ഡാഷ്. എന്താണ്? ഒരു BJTയുടെ കളക്ടർ റീജിയൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? ലാർജസ്റ്റ് ഇൻ സൈസ് ആണ് അല്ലേ? കളക്ടർ റീജിയൻ ആണ് ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത്. എന്തിനാണ്? കളക്ടർ മസ്റ്റ് ഡിസിപ്പേറ്റ് ഹീറ്റ്, സോ ഇറ്റ് ഹാസ് ലാർജസ്റ്റ് ഏരിയ. അടുത്തത് ISRO ടെക്നീഷ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് റീജിയൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് റിവേഴ്സ് ബയാസ് ഡ്യൂറിങ് ആക്റ്റീവ് മോഡ്. അതായത് ആക്റ്റീവ് മോഡിൽ റിവേഴ്സ് ബയാസിങ്ങിലിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ റീജിയൻ ഏതെന്നാണ് ചോദ്യം. ഏത് റീജിയനാണ്? ബേസ് കളക്ടർ ജംഗ്ഷനാണ് റിവേഴ്സ് ബയാസിങ്ങിൽ ആക്റ്റീവ് മോഡിൽ ഉണ്ടായിരിക്കുക. നോക്കിക്കേ, ആക്റ്റീവ് റീജിയനിൽ എന്താണ്? EB, അതായത് എമിറ്റർ ബേസ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡും അതുപോലെ ബേസ് കളക്ടർ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിങ്ങിലും ആയിരിക്കും. അത് ഓർത്ത് വച്ചേക്കണേ.
അടുത്ത ക്വസ്റ്റ്യൻ SSC JEക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബീറ്റ ഓഫ് എ ട്രാൻസിസ്റ്റർ റെഫേഴ്സ് ടു ഡാഷ്. എന്താണ് ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബീറ്റ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. എന്തിനെയാണ്? കറണ്ട് ഗെയിൻ ഇൻ CE കോൺഫിഗറേഷൻ, അതായത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിനെ സൂചിപ്പിക്കുന്ന ആളാണ് ആര്? ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബീറ്റ ഈസ് ഈക്വൽ ടു IC ഡിവൈഡഡ് ബൈ IB, അതായത് കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട്, ദാറ്റ് ഈസ് കോമൺ എമിറ്റർ കറണ്ട് ഗെയിൻ. അടുത്തത് DRDO എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എമിറ്റർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഡാഷ്. എന്താണ്? ഒരു ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ എങ്ങനെയായിരിക്കും ഡോപ്പ് ചെയ്തേക്കുന്നതെന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? ഹെവിലി ഡോപ്ഡ് ആണ് അല്ലേ? നോക്കിക്കേ, എമിറ്റർ മസ്റ്റ് ഇൻജെക്ട് ലാർജ് നമ്പർ ഓഫ് കാരിയേഴ്സ്, ഹെൻസ് മോസ്റ്റ് ഹെവിലി ഡോപ്ഡ് റീജിയൻ. നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തതേ ഉള്ളേ. അടുത്ത ക്വസ്റ്റ്യൻ RRB SSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ബേസ് റീജിയൻ ഓഫ് എ BJT ഈസ് മെയ്ഡ് വെരി തിൻ ബിക്കോസ് ഡാഷ്. എന്താണ്? ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് റീജിയൻ എന്ന് പറയുന്നത് വളരെ കട്ടി കുറച്ചാണ് നിർമ്മിച്ചേക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? ഇറ്റ് അലോസ് മോസ്റ്റ് കാരിയേഴ്സ് ടു പാസ് ടു ദ കളക്ടർ. എന്താണ്? കൂടുതൽ കാരിയേഴ്സിനെ കളക്ടറിലോട്ട് കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് ബേസ് കട്ടി കുറച്ച് അല്ലെങ്കിൽ കനം കുറച്ച് നിർമ്മിച്ചേക്കുന്നത്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. A thin, lightly doped base ensures minimal recombination, that is high collector current. അപ്പോൾ നമ്മൾ ഇന്ന് ട്രാൻസിസ്റ്റേഴ്സ് എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആംപ്ലിഫയേഴ്സ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതെന്താണ്, ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് മിക്ക സയൻസ് എക്സാംസിനും കോമൺ ആണല്ലേ. അപ്പോൾ എന്താണ്, ഈ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിന് മാത്രമല്ല വേറെ എക്സാംസിനും നിങ്ങൾക്ക് ഈ സെയിം വീഡിയോസ് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഞാൻ ഈ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കുറച്ച് ടൈം എടുത്താലും. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസായിട്ട് എൻ്റെ അടുത്ത് പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, ഇൻട്രാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.